ശരിക്കും പോപ്സ് എക്സോസിസ്റ്റ് എന്ന് പറഞ്ഞ സിനിമയുണ്ട്. ഭയങ്കര അത് മാർപ്പാപ്പയുടെ അനുമതിയോടുകൂടി ഉള്ളൊരു പ്രീസ്റ്റാണ്. ഭയങ്കര ഹിറ്റായ ഒരു സിനിമയാണ്. ശരിക്കും അതിനകത്ത് റിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. ശരിക്കും റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഇംഗ്ലീഷ് സിനിമകൾ ഇത് ഇഷ്ടംപോലെ ഉണ്ട്. ഫേമസ് ആയ സിനിമ ഉണ്ടോ 73 ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ഈ സബ്ജക്ട് ആദ്യമായിട്ടാണ് കൈകാര്യം. എക്സോസിസം തന്നെയാണ് ഒരു വിധത്തിൽ പ്രേതം ബാധ കൂടുക എന്ന് പറയുന്നത്. ബാധ കൂടുക സാധാരണ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ പ്രേതബാധ കൂടി എന്ന് പറയുന്നത്. അത് ഒഴിപ്പിക്കാനായിട്ട് ഇപ്പൊ സാധാരണ കത്തോലിക്ക കുടുംബങ്ങളൊക്കെ അച്ഛന്മാരൊന്ന് വെഞ്ചിരിക്കും, ബ്ലസ് ചെയ്യും, അവരൊന്ന് പ്രാർത്ഥന എടുത്തു. പക്ഷെ എക്സോസിസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ അതിലും എബവ് ആണ്. അവർക്ക് ഗിഫ്റ്റഡ് ആണത്. അവർക്ക് ആ പിശാചിനായിട്ട് മല്ലിട്ട് ചില പ്രാർത്ഥനകളൊക്കെ ചൊല്ലി അവിടെ നിന്ന് ഒഴിപ്പിച്ച് കളയാൻ പറ്റും. ആ റോളാണ് ഷൈൻ ചെയ്യുന്നത്. ഇതിന് ഇപ്പൊ സണ്ണി ചെയ്യുന്നത് പോലും ചെയ്യാം, തിലകൻ ചെയ്ത ക്യാരക്ടറിൽ ഈ രണ്ട് ക്യാരക്ടറും ഇതിന് വേണം. കാരണം ഇതിലൊരു ആകെ കൂടി ഒരു മായ പരിപാടിയും വേണം. റാഷണലും സ്പിരിച്വൽ തിങ്കിങ് മെഡിക്കലും വേണം. മെഡിക്കലായിട്ട് അതിനെ ട്രീറ്റ് ചെയ്യണം. എന്നാൽ മെഡിക്കലിന് മറ്റേതിന്റെ സഹായം വേണം, അതിന് ഇതിന്റെ സഹായവും വേണം. എന്നാലോ കാരണം ഇത് ഒരാളിലുള്ള ബാധിക്കുന്ന അസുഖമാണ്. എന്നാൽ അയാളുടെ ബോഡി കീറി മുറിച്ചാൽ കാണുമില്ല ഈ അസുഖം. അപ്പോ ഇതിന് അയാളുടെ ആത്മാപരമായിട്ടും സോൾപരമായിട്ടും ഹെൽത്ത് പരമായിട്ടും ട്രീറ്റ് ചെയ്താല ഈ സാധനം പോവുള്ളൂ. ഓടി വന്നിട്ട് ഒരു പ്രേതം ഒഴിപ്പിക്കാൻ പറ്റില്ല. ഷൈൻ ചെയ്ത ക്യാരക്ടർ വെച്ചിട്ടുണ്ടെങ്കിൽ വന്ന് എങ്ങനെ ഈ പ്രേതം ഇവിടെ വന്നു കൂടി, അതൊരു പ്രോസസ്സാണ്. അപ്പൊ ഷൈൻ എല്ലാം നോക്കി, ഫാദർ റിച്ചാർഡ് എന്ന് പറഞ്ഞ ആളെല്ലാം നോക്കി മനസ്സിലാക്കി, ഇവിടെയുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്ത് എന്നാലത് ഓടിപ്പോകത്തുള്ളൂ. ഷൈൻ ഏകദേശം കുറച്ചധികം മാസങ്ങളായിട്ട് ശ്രീ മോഹൻലാലിന്റെ കൂടെ ആയിരുന്നല്ലോ. മാസങ്ങളാ, ആകെ 7 ദിവസമാണ് ഞങ്ങള് ഈ 3 രാജ്യങ്ങൾ കറങ്ങി വന്നത്. അയർലൻഡ്, ലണ്ടൻ, ജർമ്മനി. അത് വളരെ ഞാൻ ലാലിനെ കണ്ടുള്ള അന്ന് റിഹേഴ്സലിന് 2 ദിവസം കണ്ടു. പിന്നെ ഈ 7 ദിവസം 3 ദിവസം സിനിമയിൽ അഭിനയിച്ചിട്ടില്ലേ ലാലിന്റെ കൂടെ? ഇല്ല, ഞങ്ങൾ ആദ്യമായിട്ടാണ് സ്റ്റേജിലും അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്. അതിനു മുന്നേ ഹായ് എന്നൊക്കെ അമ്മയുടെ മീറ്റിങ്ങിനെ കാണും, ജസ്റ്റ് ഒരു ഹായ് പറഞ്ഞിട്ടുണ്ടെങ്കിലും. 7 ദിവസത്തിന് ശേഷം എന്താ അദ്ദേഹത്തെ പറ്റി മനസ്സിലാക്കിയത് ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ? നമ്മൾ ഈ പറയുന്നത് പോലൊക്കെ തന്നെയാണ്. കാരണം ഈ 2.5 മണിക്കൂർ സ്റ്റേജിൽ പുള്ളി ഒറ്റയ്ക്ക് നിന്ന് ചെയ്തോളൂ. ഇത് ഒരാളും ഇല്ലെങ്കിലും ആ മൊത്തം ഓഡിയൻസിനെ എൻ്റർടൈൻ ചെയ്യിപ്പിച്ചോളും. പാട്ടാണെങ്കിലും ഡാൻസ് ആണെങ്കിലും. ഞാനൊരു ഡാൻസ് കളിച്ച് വരുമ്പോഴേക്കും ഞാൻ കിതയ്ക്കാൻ കാണാം. പുള്ളി എത്ര ഡാൻസാണ് കളിക്കുന്നത്. റംസാനും സാനിയൊക്കെ കളിക്കുന്നുണ്ട്, പക്ഷെ അവരുടെ പ്രായമല്ലല്ലോ ഈ പ്രായം. അതാണ് ഞാൻ ചെറുപ്പത്തിൽ കണ്ട അതേ എനർജി ഇപ്പോഴും ഒരു മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഷൈൻ്റെ മാസ്റ്റർ പീസ് ഡാൻസ് ഉണ്ടായില്ലോ അവിടെ. അതുണ്ടായിരുന്നു. അത് ഞാനായിട്ട് മനഃപൂർവ്വം എപ്പോഴും കളിക്കുന്നതല്ല. എന്നെ കൂടെ കളിക്കാൻ പറയുമ്പോൾ ഞാൻ കളിക്കുന്നതാണ്. അത് വിചാരിക്കും ഇത് മാത്രമേ അറിയുള്ളൂ. വേറെ സ്റ്റെപ്പ് ആളുകൾ ഡിമാൻഡ് ചെയ്യണം. ഇപ്പൊ അദ്ദേഹം ഈ ബൈ ഡിഫോൾട്ട് അദ്ദേഹം വളരെ മെഡിറ്റേറ്റീവ് ആയിട്ട് പെരുമാറുന്ന, അല്ലെങ്കിൽ ആളുകളെ കുറച്ചുകൂടി എന്താ പറയുക സ്പിരിച്വൽ ലെവലിലൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന. ആക്ച്വലി നമ്മൾ സ്പിരിച്വൽ ലെവലിലല്ലേ, നമ്മൾ സ്പിരിറ്റ്സ് അല്ലേ. നമ്മളിപ്പോ നമ്മുടെ ബന്ധുക്കൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തിനാ പ്രാർത്ഥിക്കണം? അപ്പൊ സ്പിരിറ്റിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ മരിച്ചു പോയ വഴിക്കേ നമ്മൾ അച്ഛനെയും അമ്മേനെയും മറക്കൂ? ഇല്ല. അപ്പൊ വിഷ്ണു എന്തുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല? ആത്മാവിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ. ആ സമയത്ത് എന്തുകൊണ്ട് അച്ഛന്റെ കർമ്മത്തിന് പോകുന്നു, അമ്മയുടെ കർമ്മത്തിന് പോകുന്നു? ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നില്ല. ഇല്ല. അപ്പൊ ഒരു വ്യക്തി ഏറ്റവും അടുത്ത ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഉപേക്ഷിക്കുക അയാളോടെ? ഇല്ല, ഓർമ്മകൾ ഉണ്ടാവും. അതെങ്ങനെ ഉണ്ടാവും? ബ്രെയിൻ ഉള്ളത് കൊണ്ടല്ലേ. ബ്രെയിനുള്ള ആൾക്കാർ ദൈവത്തിനെ പറ്റി പറയുകയുള്ളൂ, ആ ദൈവവിശ്വാസത്തിനെ പറ്റി പറയുള്ളൂ. അപ്പൊ നമ്മുടെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും മരിച്ചു, ബോഡി ജീവൻ പോയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മളവിടെ ഉപേക്ഷിക്കില്ലല്ലോ. അച്ഛനും പോയി ഉണ്ട്, നമ്മളെ അച്ഛനെ അല്ലല്ല. അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മൾ ഒരാളെ കൊല്ലണം എന്നില്ലല്ലോ കൊലപാതകയുടെ ക്യാരക്ടർ ചെയ്യാൻ, അല്ലേ? നമ്മളിപ്പോ ലണ്ടനിൽ പോകണമെന്നില്ലല്ലോ ലണ്ടനിലെ കാര്യം പറയാൻ. ഇപ്പൊ നമ്മൾ ഈ നാട്ടിൽ കിടക്കുന്ന എല്ലാ പ്രശ്നത്തെ കുറിച്ചും ചർച്ച ചെയ്യുന്നുണ്ട്. ഇറാനിൽ മിസൈൽ ഇട്ടു, നമ്മൾ ആരെങ്കിലും കണ്ടിട്ടില്ലല്ലോ. ട്രംപ് ഇങ്ങനെ ചെയ്തു, നമ്മൾ കണ്ടിട്ടില്ലല്ലോ. എല്ലാം വിശ്വസിക്കുന്നുണ്ടല്ലോ, അല്ലേ? നമ്മുടെ അച്ഛനും അമ്മ ആണ് നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലോ, നമ്മളത് കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഈ പറയുന്നത് നമ്മുടെ അടുത്ത വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തിനാ അവരെ കറക്റ്റായി സംസ്കാരം ചെയ്ത് പിന്നെ 7 നടത്തുന്നു, 41 നടത്തുന്നു, പിന്നെ നമ്മുടെ അവർ ഫോട്ടോ വെക്കുന്നു. അവരില്ലല്ലോ ഭൂമിയില്. അപ്പോ അതെല്ലാം സോളല്ലേ, സ്പിരിച്വൽ അല്ലേ? അല്ല, ഞാൻ പറയുന്നത് സ്പിരിച്വൽ അല്ലേ? വിഷ്ണുവിനെ വളരെ ആത്മവിശ്വാസത്തോടും ദൃഢനിശ്ചയത്തോടും കൂടി ഒരു ദൈവത്തിന്റെ പിക്ചറിനെ അവഹേളിക്കാൻ പറ്റുമോ? ഇല്ല, ഞാൻ ചെയ്യാറില്ല. പറ്റില്ല. അപ്പൊ വിശ്വാസം ഉണ്ട്. വിശ്വാസം ആയതുകൊണ്ടല്ലോ, ഞാൻ സെക്കുലർ ആയതുകൊണ്ട് എനിക്ക് ആളുകൾ സെക്കുലർ എന്ന് പറയുന്ന വാക്ക് എങ്ങനെ?
ആളുകളെ വിഷമിപ്പിക്കാൻ പറ്റില്ല. ആളുകളുടെ ഇമോഷനെ വിഷമിപ്പിക്കാൻ പറ്റില്ല. സെക്യുലർ എന്ന് വെച്ചാൽ ഞാൻ ഒന്നിനും അങ്ങനെ വിശ്വസിക്കുന്നില്ല, പക്ഷെ ഞാൻ എല്ലാത്തിനും ബഹുമാനിക്കുന്നുണ്ട്. ഇപ്പൊ രാഹുൽ ഇപ്പൊ ഒരു അമ്പലത്തിൽ ഒരു പ്രസാദം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ ആ പ്രസാദം തട്ടിക്കളയില്ല, ഞാനത് വാങ്ങിക്കും, സ്വീകരിക്കും. പക്ഷെ ഈ പറഞ്ഞ പോലെ ആ പ്രസാദം ഇപ്പൊ വിഷ്ണു പറയുന്ന രണ്ടും വേറെ വേറെയാണ്. ഒന്ന് ദൈവമുണ്ടോ, സെക്യുലറിസം ഇസ് ട്രീറ്റിംഗ് ഓൾ റിലീജിയൻ എല്ലാം ഒന്നാണെന്ന് പറയുന്നത്. ദൈവം ഇപ്പൊ നമ്മുടെ ചോദ്യം എന്താ, ഷൈൻ ചോദിക്കുന്നത് ദൈവത്തിൽ വിശ്വാസം എനിക്ക് ഇപ്പൊ പോപ്പുലർ ആയിട്ടുള്ള ഫോംസ് ആയിട്ടുള്ള ഇപ്പൊ ഈ മതങ്ങളിലൂടെ പ്രചരിക്കുന്ന ദൈവം അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കുന്നില്ല. കോംപ്ലിക്കേറ്റഡ് ആണ്. വിഷ്ണു പറയുന്ന ദൈവം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ആളുകൾ കാണിച്ചു വെച്ചിട്ടുള്ള ഈ ഫോട്ടോന്റെ ഉള്ളിലാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ചിത്രവും ഈ ഒരു രീതിയിലും വിശ്വസിക്കുന്നില്ല. ഇല്ല, ഞാൻ അത് വിശ്വസിക്കുന്നില്ല. അതുപോലെ പറഞ്ഞ പ്രാർത്ഥിച്ചാൽ അവിടെ നിന്ന് അദ്ദേഹം എന്തെങ്കിലും തരുന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എന്ന് വെച്ചിട്ട് ഞാൻ ആളുകൾ ഇങ്ങനെ ബിലീവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആളുകൾ അമ്പലത്തിൽ പോകുന്നു, ആളുകൾ വ്രതം എടുക്കുന്നു, അല്ലെങ്കിൽ ആളുകൾ ഈ പറഞ്ഞ പോലെ പല ഫോംസിൽ പ്രാർത്ഥിക്കുന്നു, അതിനൊന്നും നമ്മുടെ എതിരല്ല, അതൊന്നും നമുക്ക് പ്രശ്നം. നമ്മുടെ ആളുകൾ പറയുന്ന പോലെ അതിനോട് പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കുക, അതുകൊണ്ട് ആളുകൾ സ്നേഹിക്കുക മാത്രം ചെയ്യുക, അതിനൊന്നും ഒരു കുഴപ്പമില്ല. അതൊക്കെ ആളുകളുടെ പേഴ്സണൽ ചോയ്സ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ ഇല്ലെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഇപ്പൊ രാജമൗലി ഇതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കും ഈ പറഞ്ഞ പോലെ പുള്ളി ഏറ്റവും അധികം സിനിമകളിൽ ഇത് പറഞ്ഞ ദൈവത്തിന്റെ പല പല ഫോമുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ പുള്ളി ഒരു ഏത്തിസ്റ്റ് ആണ്. അപ്പം പുള്ളിക്ക് അറിയില്ല ഇത് എന്താണ്, ഇത് എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഇപ്പൊ എന്താണ് ഈ ദൈവം ഉണ്ടല്ലോ, ദൈവം ഉണ്ടെങ്കിൽ പിന്നെ എല്ലാ മോശം ആളുകളെയാണല്ലോ ആദ്യം എന്താ പറയാ ശിക്ഷിക്കും ഇതാക്കുകയൊക്കെ ചെയ്യുന്നത്. ഇത് ദൈവം ഉണ്ടാക്കിയതല്ല ഈ വേൾഡ്. എന്താ ദൈവം ഉണ്ടാക്കിയതല്ല ഈ വേൾഡ്. അതെ, ദിസ് ഈസ് ഈവിൾസ് വേൾഡ് ആണ്. അതായത് നമ്മൾ ക്രിസ്ത്യാനിറ്റിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏദൻ തോട്ടം ആണ് ദൈവത്തിന്റെ സ്പേസ്. അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടവരും അവിടെ നിന്ന് ഓടിപ്പോകുന്നവരാണ് ആദം, പാപം ചെയ്ത പാപബോധത്താൽ. അത് വളരെ അതിന് ആ ഒരു രീതിയിൽ പറഞ്ഞാൽ കുട്ടിയായിരിക്കും ഉള്ളിൽ കയറുള്ളൂ കഥ. അതുകൊണ്ട് ആ കഥ പറയുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വീടാന്ന് വിചാരിക്കാം, വീട്ടിലൊരു ഗ്രഹനാഥം, അവിടെ തെറ്റ് ചെയ്യുന്നു നമ്മൾ പ്രായപൂർത്തിയാകുമ്പോൾ, അത് പാപമാണെന്ന് മനസ്സിലായി പാപബോധത്താൽ നമ്മൾ വീട് വിട്ട് ഇറങ്ങുന്നു, അല്ലെങ്കിൽ ഒളിച്ചു ഓടുകയോ അല്ലെങ്കിൽ എന്ത് രീതിയിലും. ഈ വീട് വിട്ട് ഇറങ്ങിയ ആളല്ലേ പുറത്തു പോയിട്ട് വീട് വാങ്ങുക, അല്ലേ? അല്ലാതെ ഈ അപ്പൻ അവിടെ വീട് ഉണ്ടാക്കിയിട്ട് ഇയാളെ പുറത്താക്കുക അല്ലെങ്കിൽ ഓടിപ്പോവുകയോ ചെയ്യില്ലല്ലോ അവൻ. അപ്പൊ ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്തു വന്നാൽ ദൈവത്തിൻ്റെതാണോ ഈ ലോകം? ആണോ? അല്ലല്ലോ. ദൈവത്തിന്റെ ലോകത്ത് നിന്ന് നമ്മൾ പുറത്താക്കപ്പെട്ടു. അപ്പൊ പുറത്തു വന്ന് നമ്മളിപ്പോഴും ജീവിക്കുന്നു, അല്ലേ? ആ കൺസെപ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ അപ്പൊ നമ്മളാൽ ക്രിയേറ്റ് ചെയ്തപ്പെട്ട ഒരു ഭൂമിയാണത്. വിഷ്ണുവിന്റെ ഭൂമി എപ്പോഴാണ് തുടങ്ങുന്നത്? ഗാന്ധിജിയുടെ സമയത്ത് തുടങ്ങിയിട്ടില്ലല്ലോ. വിഷ്ണു ജനിച്ചതിന് ശേഷം എത്രയോ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത് രാത്രിയാണെന്നും പകലാണെന്നും അച്ഛനാണെന്നും അമ്മയാണെന്നും 24 മണിക്കൂറാണെന്നും ആഴ്ചയാണെന്നും മാസമാണെന്നും ഇത് 2000 സംതിങ് ആണെന്നും ഞാൻ ഈ യുഗത്തിലാണ് ജീവിക്കുന്നതെന്നും കലിയുഗമാണെന്നും ഒക്കെ മനസ്സിലാവുന്നത്, അല്ലേ? അപ്പൊ നമ്മുടെ ലോകം തുടങ്ങിയത് എവിടെന്നാ? ആ അനാദികാലം മുതലല്ല. അപ്പൊ ഇത് ഉണ്ടാക്കിയിട്ടുള്ള ആരാ? ഇപ്പൊ ഈ റൂമിലിരിക്കുന്ന എല്ലാവർക്കും ഓരോ ലോകമായിരിക്കും. നമ്മൾ ഒരേ ദിവസമാണ് ജീവിക്കുന്നതെങ്കിലും, അല്ലേ? ഇനി നമ്മൾ അവസാനിക്കുന്നിടത്ത് നമ്മുടെ ആ ലോകവും തീരാം, അല്ലേ? അപ്പൊ ഇത് ഉണ്ടാക്കിയത് നമ്മളാണ്. ഇതുകൊണ്ടാണ് വിശ്വാസിയായിട്ട് മാറാൻ സാധ്യത. വിഷ്ണു സമ്മതിക്കുന്ന കാര്യങ്ങളാണല്ലോ, അല്ലേ? അപ്പോ ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തത് നമ്മളാ. ഇത് ദൈവമാണ് ക്രിയേറ്റ് ചെയ്തതെങ്കിൽ ഇത് ഭയങ്കര പെർഫെക്റ്റ് ആയാലേ. വിഷ്ണു ചോദിച്ച പോലെ എന്തുകൊണ്ട് ദുഷ്ടന്മാരുണ്ടായി, എന്തുകൊണ്ട് ദുഷ്ടന്മാരെ സഹായിക്കുന്നു? ദിസ് ഈസ് നോട്ട് ഗോഡ്. ഗോഡ് ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ പെർഫെക്റ്റ് ആയിരിക്കും. ഇത്ര ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സാധനം ഗോഡ് ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്നില്ല. ഇല്ല. അപ്പൊ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് വിഷ്ണു. അതാണ് ഇപ്പൊ പറഞ്ഞത്. അല്ല, ഇത് നമ്മൾ ഉണ്ടാക്കിയ ലോകമാണ്, ഇവൾ ലോകമാണ്, ഇവൾ ഉണ്ടാക്കിയ ലോകമാണ് എന്ന് ഞാൻ പറഞ്ഞ സമയത്ത് വിഷ്ണുവിന്റെ മനസ്സ് സ്വാഭാവികമായിട്ടും വിഷ്ണുവിന്റെ ആശയത്തോട് ചേർന്നു. അതായത് ദൈവത്തിൻ്റെതല്ല, ദൈവമില്ല, അല്ലേ? ദൈവം ഉണ്ടാക്കുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കുക എന്ന് വിഷ്ണു പറഞ്ഞു, സമ്മതിച്ചു. അപ്പൊ ദൈവമുണ്ട് എന്ന് വിഷ്ണു വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ദൈവമല്ല എന്നാണ് വിഷ്ണു വിശ്വസിക്കാതെ ഈ കാണുന്നതും ഈ കാണിക്കുന്നതും, അല്ലേ? പിന്നെ നേരത്തെ ഒരു ചോദ്യം പറഞ്ഞു, ഞാൻ വെറുതെ ചോദിച്ചാണ്. വക്കീലുമാരെ പോലത്തെ പരിപാടിയാണ്. കുറെ കഴിഞ്ഞ് ചോദിക്കുമ്പോൾ അത് ഓക്കെ പറഞ്ഞു. ഇത് നമ്മൾ ഉണ്ടാക്കിയ ലോകമാണ്. അല്ലെങ്കിൽ നമ്മളൊരു ദോശ ഉണ്ടാക്കി, ഈ ദോശ പൊട്ടിപ്പോയിട്ട് ദോശയെ നമ്മൾ കുറ്റം പറയോ? ഇല്ല. ദോശയെ നമ്മൾ ശിക്ഷിക്കോ? ഇല്ല. അപ്പൊ ദൈവം ഒരു ലോകം ഉണ്ടാക്കി മനുഷ്യൻ കുറ്റം ചെയ്യുമ്പോൾ അത് ദൈവത്തിന്റെ സൃഷ്ടിയല്ലേ? ആ സൃഷ്ടി തെറ്റ് ചെയ്യുമ്പോൾ ദൈവം അതിന് ശിക്ഷിക്കോ? ശിക്ഷിക്കോ? എങ്ങനെ? ദൈവം ഉണ്ടാക്കിയതിന്റെ പ്രശ്നം കൊണ്ടാണല്ലോ അയാൾ തെറ്റ് ചെയ്യുന്നത്, അല്ലേ? അത്രയും അല്പനാണോ ദൈവം? ഇനി പറയുന്ന ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റ് അത്രയും അല്പനായിരിക്കുമോ? അയാൾ ഒരു സംഭവത്തെ സൃഷ്ടിക്കുന്നു, ആ സംഭവം തെറ്റ് ചെയ്യുന്നതിന് ദൈവം ശിക്ഷിക്കുന്നു.
അങ്ങനെ ഒരു അല്പനല്ല ദൈവം.